കനത്ത ചൂടുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ വരുന്നു. കേരളത്തിൽ ഒരു മാറ്റവുമില്ലാതെ തുടരുകയാണ് ചൂട്. ഉഷ്ണതരംഗത്തിന് സമാനമായ നിലയിൽ താപനില ഉയർന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന വിവരം. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള 12 ജില്ലകളിൽ നാളെ വരെ യെല്ലോ മുന്നറിയിപ്പുണ്ട്. പാലക്കാട് ജില്ലയിൽ ഇന്നലെ രേഖപ്പെടുത്തിയത് 41.1 ഡിഗ്രി സെൽഷ്യസ് എന്ന താപനിലയാണ്. അത് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന താപനിലയാണ്. വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. വിനേഷ്, നാളെ വരെ യെല്ലോ മുന്നറിയിപ്പ് 12 ജില്ലകളിലുണ്ട്. അതിനിടയിൽ ഇന്നലെ ഏറ്റവും ഉയർന്ന താപനില പാലക്കാട് 41 മുകളിൽ പോയെങ്കിൽ പുനലൂർ അടക്കമുള്ള മേഖലകളിലും ഉയർന്ന താപനില തന്നെയാണ് രേഖപ്പെടുത്തിയത്. എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്? കേരളത്തിലെ സാഹചര്യം എന്താണ്? ദിൽന പ്രജിൻ, അതായത് ഈ ഒരു സീസണിലെ ഏറ്റവും വലിയ താപനിലയാണ് പാലക്കാട് നിന്ന് ഇന്നലെ പുറത്തു വന്നിരിക്കുന്ന വിവരം. അതായത് 41.1 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ താപനിലയിൽ വ്യതിയാനം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം 2023 തന്നെ പാലക്കാട് 43 ഡിഗ്രി വരെ താപനിലയിൽ ഉയർന്നിട്ടുണ്ട്. ഈ ഒരു അവസ്ഥ ഇതും അങ്ങനെ തന്നെയാണ് പോകുന്നത് എന്ന് തന്നെയുള്ളൊരു സൂചനയാണിത്. മാത്രമല്ല ഈ കൊല്ലത്ത് 39.8 ഡിഗ്രിയാണ് താപനില വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂർ 39.3 ഡിഗ്രിയാണ് വന്നിട്ടുള്ളത്. മറ്റുള്ള സ്ഥലങ്ങളിൽ 38, 37, 36 ഇങ്ങനെ തന്നെയാണ്. ഇത് തുടരുക തന്നെയാണ്. എന്തായാലും ഒറ്റപ്പെട്ട ചില മഴകളുണ്ട്. ഒറ്റപ്പെട്ട മഴകൾ ലഭിച്ചു, വേനൽ മഴ ലഭിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നുള്ളത് കൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ കുറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്തും അതുപോലെ തന്നെ എറണാകുളം, കൊല്ലത്തിൻ്റെ ചില ഭാഗങ്ങളിലെല്ലാം തന്നെ വേനൽ മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കന്യാകുമാരി മുതൽ തെലങ്കാന വരെയുള്ള സ്ഥലങ്ങളിൽ ഈ ഒരു ന്യൂനമർദ്ദത്തിൻ്റെ പാത്തി രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള മഴ വൈകുന്നേര സമയങ്ങളിൽ ഒറ്റപ്പെട്ടതാണെങ്കിലും ശക്തമായ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മഴ ലഭിക്കുകയാണെങ്കിൽ ഈ ഒരു ചൂടിനൊരു നേരിയ ശമനമെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ശരി, വിനേഷ് കുമാറാണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.